ഞാനിത് പറയുന്നത് എന്നെ ഏറിക്കയറ്റുന്നതാണെന്നറിയാം, എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. യൂറോപ്പിലെ ഏറ്റവും അധികം വലുതാവുന്ന മതം എന്നുള്ളതിനേക്കാളുപരി അവർ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു ഇതുണ്ട്. മതമൊന്നും മാറുന്നില്ല. ഇസ്കോൺ ഹരേ രാമ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട്, ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അത് ഫോറിനേഴ്സിൻ്റെയാണ്, എല്ലായിടത്തും ഉണ്ട്. ഹംഗറിയിൽ, ജർമ്മനി, ഞാൻ പോകണ എല്ലായിടത്തും ഉണ്ട്. നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോകണം. അപ്പം ഞാനിപ്പോൾ എത്തിയേക്കുന്നത് ലാത്വിയ റീഗയിലെ ഇസ്കോണിൻ്റെ ആസ്ഥാനത്താണ്. കാണിക്കാം. കൃഷ്ണ സെൻറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത്. എസിനോളിൽ ഇങ്ങനെ ഇട്ടിരുന്നെങ്കിൽ ഷാ എന്നാണ്. ഭക്തവേദാന്ത ഈശ്വരി. ഇവിടേക്ക് വരുമ്പോൾ തന്നെ നല്ല സുഗന്ധം. ചന്ദനത്തിരിയുടെ കുത്തുന്ന മണമല്ല, റിയൽ കുറേ നാച്ചുറൽ സാധനങ്ങൾ. നല്ല അഷ്ടഗന്ധങ്ങളിലേക്ക് മണം എന്ന് പറയില്ലേ, അത്തരം മണം. ഹായ്. ഓക്കെ, വീഡിയോ. Oh, you look pretty in this dress. Oh, super. Real Indian beauty. Oh, the smell. The aroma. Wow. The aroma. Wow. സംഗീതം. ഇന്ത്യൻ കരകൗശല സാധനങ്ങൾ അതിലേക്കൊന്നും ഞാനധികം പോകില്ല, നമുക്കറിയാം. അതുകൊണ്ട് എന്നാലും ഹേന അവർ എന്തൊരു ഭംഗിയാണ് ആ വേഷത്തിൽ. ഇന്ത്യൻ വേഷത്തിന് ഇത്രയും സൗന്ദര്യമുണ്ട്. താങ്ക് യു. അങ്ങനെ ഇതവരുടെ റെസ്റ്റോറൻ്റാണ്. ഓക്കെ നോ. ഇവിടെ അമ്പലം. അവരുടെ റെസ്റ്റോറൻറ്റിനകത്ത് ലേഡീസൊക്കെ സാരി ഉടുത്ത് നല്ല രസം, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പോലെ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പാടില്ല. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, വീഡിയോ പാടില്ല. അതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ബോംബിടുന്നില്ല, ഒന്നുമില്ല, ആഹ്വാനം ചെയ്യുന്നില്ല കലാപത്തിന്. സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് ഇവരിലേക്ക് ആകർഷിക്കുന്നത്. ഇത് എൻ്റെ യൂറോപ്പിൽ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇന്ത്യൻസ് ഒന്നുമില്ല, ഫോറിനേഴ്സ് തന്നെയാണ് മുഴുവനായിട്ടും. വെസ്റ്റേണേഴ്സ്, നമ്മൾ വൈറ്റ് വെളുത്തവർ എന്ന് പറയുന്ന ഇവരുടെ. നമ്മളുടെ നാട്ടിലെ പോലെ സോക്കോൾഡ് വൈരാഗ്യങ്ങളുടെയോ മതവിദ്വേഷത്തിൻ്റെയോ അല്ല ഇവിടെ മതം. ഈ പറഞ്ഞ അത് മതവുമായിട്ടൊരു ബന്ധമില്ല. ഹൈന്ദവ ധർമ്മം എന്നൊക്കെ പറയുന്ന അന്നാണ്. അതിനകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. നാട്ടിലെ ഇപ്പോൾ വന്ന് സോക്കോൾഡ് അതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. വലിയ നല്ല യാതൊരു ബന്ധവുമില്ല ഇതിന്.